ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൊബൈലിലുള്ള സോങ്സ് എങ്ങനെ നമുക്കൊരു 8D ഇഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്ന ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് 8D മ്യൂസിക് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റോ റൈറ്റോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് കൈൻമാസ്റ്റർ എന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കൺ കൂടെ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. കൈൻമാസ്റ്റർ എന്ന ആപ്പിലൂടെ നമുക്ക് 8K ഓഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും റേഷ്യോ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോ, നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള റേഷ്യോ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് വീഡിയോ ആണോ ഫോട്ടോ ആണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാണ്, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് വീഡിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് അത് ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഓഡിയോ, നിങ്ങൾക്ക് 8D ആക്കാൻ വേണ്ട ഓഡിയോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നും ഒരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. അത് നമ്മളിപ്പം സെലക്ട് ചെയ്ത മ്യൂസിക് ഫയലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാം. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഇപ്പോൾ 2 എണ്ണം വന്നിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാം. മ്യൂസിക് ഏകദേശം നമ്മളധികം ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ 30 സെക്കൻഡ്സ് ഒക്കെ ഉള്ള കണക്കാക്കി വെക്കുകയാണെങ്കിൽ. ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഓഡിയോയിൽ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഓഡിയോ ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം കാണാം ഓഡിയോയുടെ, അതിൽ പ്രസ് ചെയ്യുക. ഓട്ടോ വോളിയം എന്ന് കാണാം. ഓട്ടോ വോളിയം എനാബിൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു റൈറ്റ് എന്ന് കാണാം. റൈറ്റ് എന്ന സാധനം നേരെ ഈ ടോപ്പ് റൈറ്റിലേക്ക് എത്തിക്കുക. ഓക്കെ, ടോപ്പ് റൈറ്റിലേക്ക് എത്തിക്കുക. എന്നിട്ട് ടിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓഡിയോയിൽ സെലക്ട് ചെയ്ത ശേഷം ഇതേ സെയിം തന്നെ ആ ഓഡിയോ ഓപ്ഷനിൽ ഓട്ടോ വോളിയം കൊടുക്കുക. ഈ റൈറ്റ് നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. ആദ്യം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ടിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ ഓഡിയോ ഓപ്ഷനിൽ പോയ ശേഷം ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു വോളിയം എൻവലപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഫുള്ളാക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ട് സെയിം ഓഡിയോ എൻവലപ്പിൽ വന്നിട്ട് അത് 0 ആക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഓഡിയോയിൽ സെലക്ട് ചെയ്തിട്ട് വോളിയം എൻവലപ്പ് 0 ആക്കുക. അവിടെ ഏതാണോ കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അത് തന്നെ രണ്ടാമത്തെ ഓഡിയോയിൽ വന്നിട്ട് ഓഡിയോ എൻവലപ്പ് ഫുള്ളാക്കുക. നമ്മളിപ്പോൾ എന്താണോ കാണുന്നത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ ആദ്യത്തെ ഓഡിയോയിലേക്ക് പോവുക, ഫുള്ളാക്കുക. രണ്ടാമത്തെ ഓഡിയോയിലേക്ക് വരിക, 0 ആക്കുക. അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഈ സെയിം മെത്തേഡ് എത്രയുണ്ടോ നിങ്ങളുടെ മ്യൂസിക് അത്രയും ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളിത് ഈ ഓഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഈ ഓഡിയോ മാറുന്നത് നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ചാലും ഈ മൊബൈൽ ജസ്റ്റ് നമ്മുടെ കഴുത്തിൻ്റെ അടുത്ത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാലാണ് അതിൻ്റെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിവിടെ ചൂസ് ചെയ്ത് ഈ ബാക്ക്ഗ്രൗണ്ടിന് പകരം നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് MP3 ആയിട്ട് മാത്രമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്ത ശേഷം ഇത് മുകളിൽ സേവ് ചെയ്യുക ഓപ്ഷനുണ്ട്. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവുന്നതാണ്. സേവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീഡിയോ ടു ഓഡിയോ കൺവേർട്ടർ ആപ്പുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് MP3യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനീ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ 8D സോങ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നന്നായിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് ആസ്വദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.